നമ്മളിപ്പോ 100 ദിവസം കൊണ്ട് ഇപ്പൊ കേരളത്തിൽ 2000-ൽ പരം കിലോമീറ്റർ ആണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 100 ദിനം തീരുമ്പോഴത്തേക്കിന് അത് 2500 കിലോമീറ്റർ ആക്കി ഈ 100 ദിവസം കൊണ്ട് വർദ്ധിക്കും. തുടർന്ന് ഈ വർഷം തന്നെ അത് 3000-ആയി വർദ്ധിപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. പക്ഷേ ഈ സോളാർ ഫെൻസ് ഉള്ളിടത്തും പ്രശ്നങ്ങളുണ്ട്, അതിന്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ട്, പല കാര്യങ്ങളും. അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ഈ സോളാർ ഫെൻസിങ്ങിന്റെ വോൾട്ടേജ് അടക്കമുള്ള വിഷയങ്ങൾ വീക്ഷിക്കാനുള്ള ഒരു സെൻട്രലൈസ്ഡ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. പബ്ലിക്കിന് പോലും ആക്സസ് കൊടുത്ത് ലിമിറ്റഡ് ആയിട്ട് അവർക്കും കയറി നോക്കി എവിടെ വോൾട്ടേജിന്റെ കാര്യമുണ്ട് എന്നുള്ളത് പറ്റും. അപ്പൊ പലപ്പോഴും പല സ്ഥലങ്ങളിലും വേലി തകർത്തുകൊണ്ട് സോളാർ തകർത്തുകൊണ്ടിട്ട് വെച്ചിരുന്ന ഒരു കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അസറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അവിടെ താഴെ പോച്ചൽ വരും, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് പോകും. അത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പണിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കയറ്റുമ്പോഴും വളരെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനും പള്ളിയിൽ ഞാൻ ചെന്നു, അവിടെ വന്നു ശല്യം 30 കിലോമീറ്ററോളം ഏറ്റവും ശല്യമുള്ള മേഖലയിൽ ആകെ അവരുടെ ജോലി ചെയ്യാൻ 25 ഓഫീസേഴ്സ് 25 വരെ വെച്ചാണ് ഇത് മാനേജ് ചെയ്യുന്നത്, രാവും പകലും. അല്ലെ, അതിന്റെ ഒക്കെ പോരായ്മ ഇതിന്റെ മോണിറ്ററിംഗിലുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തുകളും അതിർത്തി പങ്കിടുന്ന കർഷകരുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും ഇനി ഭാവിയിലേക്കുള്ള ഇതിന്റെ മെയിൻ്റനൻസ് എന്നുള്ളത്. ആദ്യം ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കർഷകർക്കെതിരാണ് ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഫോറസ്റ്റിന്റെ വനവും വന്യജീവിയും സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ കർഷകർ ആണ് എന്നുള്ള മനോഭാവം മാറിയിരിക്കും. കർഷകരെ വിശ്വാസത്തിലെടുത്ത് സഹകരിച്ചുകൊണ്ടായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത്. നമ്മള് ഏറ്റവും വലിയ പ്രശ്നം ഇതില് വരുന്ന പ്രശ്നം ഈ സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്. സോളാർ ഫെൻസ് ഇട്ട് കഴിഞ്ഞാൽ ആന വന്ന് മരം മുറിച്ച് അതിന്റെ മരം മറിച്ച് അതിന്റെ മുഖത്തോട്ട് അത് പൊട്ടിപ്പോകും. ഇങ്ങനെ പല കാര്യം. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഈ വനാതിർത്തിയിലുള്ള സോളാർ ഫെൻസിൽ നിന്ന് വനത്തിനകത്തേക്കുള്ള വിസ്റ്റാ ക്ലിയറൻസ്, അവിടെയുള്ള മരവും അടിക്കാടും അടക്കം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് കുറഞ്ഞ 20 മീറ്റർ എങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ട് ആനയ്ക്ക് ഈ മരം മറിച്ചിടാൻ ഒക്കാത്ത നിലയിലേക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. എന്നാലും ആന വന്ന് മറിഞ്ഞ് കിടക്കുന്നതൊക്കെ കൊണ്ടുവന്നിടും, അതൊക്കെ വേറെ കാര്യം. ആനയെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൃഗമില്ല. പക്ഷെ അത് ഈ 100 ദിവസത്തിനാണെങ്കിലും ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള 100 കിലോമീറ്റർ ഈ 100 ദിവസം കൊണ്ട് വിസ്റ്റാ ക്ലിയർ ചെയ്യും. അതിന്റെ ഒരു ഗുണം ഒന്നുമില്ലെങ്കിൽ അതിർത്തി താമസിക്കുന്നവർക്ക് ആന വരുന്ന കാണാൻ ഒക്കില്ല, മറിച്ച് മരമാണെങ്കിൽ കാണാൻ പോലും ഒക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വയനാടാണ് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. വയനാടിന്റെ കടുവയുടെ ക്യാരിങ് കപ്പാസിറ്റി, ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ ആണ് വേണ്ടത്. അതാണ് ഇതിന്റെ നോംസ്. പെരിയാറിൽ 46 കടുവയുണ്ട്. അതുകൊണ്ട് പെരിയാറിൽ കാര്യമായി കടുവയുടെ ഏറ്റുമുട്ടൽ ജനങ്ങളുമായി ഉണ്ടാകില്ല. കടുവ ഏറ്റവും ശരിയായിട്ടുള്ള ആനിമലാണ്. മനുഷ്യനെ കണ്ടാൽ ഓടിപ്പോകുന്ന ഒരു ഇതാണ്, മനുഷ്യന്റെ അടുത്തേക്ക് വരാതിരിക്കുന്നവരാണ്. പക്ഷെ വയനാട് അങ്ങനല്ല, ഏറ്റവും അധികം കടുവയുടെ ശല്യമുണ്ട്. അന്വേഷണം എന്താ കാര്യം? 20 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറി വേണ്ടിയ സ്ഥാനത്ത് വയനാട് കേവലം 4 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൈകറിനുള്ള സ്പേസ്. 20 വേണ്ടടുത്ത് 4 സ്ക്വയർ കിലോമീറ്റർ. അതാണ് അവിടെ കടുവ ശല്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പല ആൾക്കാരും കൊല്ലണമെന്നൊക്കെ പറയുന്നു. പക്ഷെ രാജ്യത്തെ നിയമങ്ങൾ പലപ്പോഴും
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് വയനാടിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, അതിന് എത്ര ടൈഗറിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭോപ്പാൽ ആസ്പദമാക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു സ്ഥാപനത്തെ നമ്മൾ ഈ 100 ദിവസം കൊണ്ട് അപ്രോച്ച് ചെയ്യുവാണ്. സമയബന്ധിതമായി ക്യാരിയിങ് കപ്പാസിറ്റി, അതും അതിനോടൊപ്പം ആനകളുടെ അടക്കം ഉള്ള ക്യാരിയിങ് കപ്പാസിറ്റി. പ്രാഥമികമായി എനിക്ക് കിട്ടിയ കണക്കിൽ തന്നെ ആനകൾ 2010 വർഷം കൊണ്ട് അല്ലെങ്കിൽ മുൻപത്തെ ഇരട്ടി ആനകളായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളവർക്ക് എസ്റ്റിമേഷൻ മാത്രമേ ഉള്ളൂ. കൃത്യമായ ഒരു കണക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇല്ല നിർഭാഗ്യവശാൽ. അതുകൊണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ആകെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഇതിന്റെ ഈ മൃഗങ്ങളുടെ എണ്ണം എടുക്കാൻ നമ്മൾ തീരുമാനിക്കും. പിന്നെ ബാക്കി ബഡ്ജറ്റ് വഴി കുറെ കാര്യങ്ങൾ പറയാൻ, ഈ പറഞ്ഞതുപോലെ ഈ വർഷം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ബഡ്ജറ്റ് വഴി പറയുന്നത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറയുന്നില്ല. പക്ഷേ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇപ്പൊ കേരളത്തിലാകെ 6000 കിലോമീറ്റർ വനം പെരിമീറ്ററുള്ള വനമുള്ള ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആകെ 28 RRT മാത്രമേ ഉള്ളൂ. ഒരു RRT അടക്കം കൂട്ടിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കൂ. നിങ്ങൾ തരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, വനത്തിന് വനത്തിനകത്തോ പുറത്തോ വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്ന, ലീഗൽ ഹെയർഷിപ്പ് അടക്കം ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ ഏറ്റെടുക്കുക. എന്നിട്ട് ആ നിലയിൽ അങ്ങനൊരു അപകടം ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള നിലയിൽ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്നുള്ളൊരു തീരുമാനം. പിന്നെ ഇതിന്റെ യൂണിയൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞനുസരിച്ചുള്ള മരണവും മറ്റു കാര്യങ്ങൾക്കുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഒരു സംസ്ഥാന തലത്തിൽ ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും. അത് ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പക്ഷേ മുൻ ഉദ്യോഗസ്ഥരെ, ഉദ്യോഗസ്ഥർ, ചർച്ചകൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഒരു സഹകരണത്തോടു കൂടി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനുള്ള കമ്മിറ്റികൾ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് 3 ദിവസം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ റീഹാബിലിറ്റേഷൻ, ഇത് ഈ മൃഗങ്ങളെ പിടിച്ചു കഴിഞ്ഞാലുള്ള എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ആനിമലിനെ അഥവാ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പിടിച്ചെന്ന് വെച്ചത് നമുക്ക് വയനാട്ടിലാണ് ആകെ ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്ന നമുക്കുണ്ടാകും. അന്നേരം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രാഥമിക ചർച്ചകളുണ്ടാകുന്നത്. പിന്നെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പിടിക്കുന്ന ഒരു വനത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നാട്ടുകാർ അവിടെ നിൽക്കുകയാണ്, ഇവിടെ ഇറക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ സംസാരിച്ചു. അവരുടെ സഹായം ലഭിച്ചുകൊണ്ട് ഉൾവനങ്ങളിലേക്ക് ഇതിനെ മാറ്റുന്നതിനുള്ള ഒരു സാധ്യതയും അവരുമായിട്ട് സംസാരിച്ച് ഇൻ പ്രിൻസിപ്പിൾ അവരും തയ്യാറാണ്. അവർ ആന ഇതുവരെ ചെയ്തിട്ടില്ല. അതിന്റെ സ്റ്റെബിലിറ്റിയുടെ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ്. ബാക്കി മൃഗങ്ങളുടെ എല്ലാം കാര്യത്തിൽ അവര് അതിന് തയ്യാറാകും. പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നത്, ഇപ്പം വരും ദിവസങ്ങളിൽ ഒരാശയമായിട്ട് പക്ഷേ 200 ദിവസത്തിൽ ചർച്ച ആരംഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ പഞ്ചായത്തുമായി ചേർന്ന് മലയോര കർഷകരുടെ ഭാഗത്തുനിന്നും അവരുമായിട്ട് സഹകരിച്ചു
UDF മാനിഫെസ്റ്റോയിൽ MACT പോലെ ക്ലെയിം ട്രിബ്യൂണലിനെ കുറിച്ച് പറയും. അത് പക്ഷേ ഇൻഷുറൻസ് ബേസ്ഡ് ആയതാണ് ക്ലെയിം ട്രിബ്യൂണലിന് പ്രസക്തി. സർക്കാർ എന്തെങ്കിലും കൊടുക്കുന്നതിന് ക്ലെയിം ട്രിബ്യൂണലുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്തിട്ട് മലയോര മേഖലയിൽ ആകെ ഒരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരാനും, അങ്ങനെ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ MACT പോലൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നതിന്റെ ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പാർട്ടിയുണ്ടാക്കും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പരിപാടിയുള്ള ദിവസമായിരുന്നു. കാട്ട് പന്നി, വൈൽഡ് പോകും. നിങ്ങൾ എന്റെ പേരതാണെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പന്നി കാടിന്റെ പുറത്തുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കുകൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്ന്, നാട്ടിൽ പ്രസവിച്ച്, നാട്ടിൽ ജനിച്ച്, നാട്ടിൽ വളർന്ന്, നാട്ടിലെ വേസ്റ്റ് കഴിച്ച് വരുന്ന ഒരു വിഭാഗമായി ഇന്ന് മാറിയിട്ടുണ്ട്. എല്ലാവരും ഞാൻ വനമന്ത്രിയായപ്പോൾ എന്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാണല്ലോ വനവാസത്തിന് പോയെന്നൊരു ചോദ്യമുണ്ടായി. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു വിഷയം ഉണ്ടായി. ശബരമണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി അത് കാണുന്ന സാഹചര്യം. അന്നേരം ഇതിന്റെ ശല്യം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ജൂൺ 15 ഞങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ്, ഇന്നിപ്പോ കാട്ടുപന്നിയാണെങ്കിലും ഇത് വെമ്പുനായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കും. കേന്ദ്ര നിയമത്തിൽ പല തവണ ഇതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ചെയ്തില്ല. ഞങ്ങൾ ആ ശ്രമം ഉപയോഗിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ കണ്ടതിന് സഹായം തേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കണ്ട് വെമ്പുനായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് തന്നെ കൊല്ലാൻ, നമ്മൾ വനത്തിനോട് തൊട്ട് ചേർന്ന് ഉള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. ബാക്കിയുള്ളവർക്ക് കർഷകർക്ക് തന്നെ കൊല്ലാനുള്ള അനുവാദം സ്വാഭാവികമായിട്ട് അങ്ങനെ അറിയിക്കുന്നു. പക്ഷെ ഇല്ലാത്തത്തോളം കാലം ഇപ്പോൾ ഓൾറെഡി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു തസ്തിക പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർ കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ഷാർട്ട് ഷൂട്ടേഴ്സിനെ നമ്മൾ അവരെ കുറിച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്തിൽ ഒരു ഷൂട്ടർ പോലും ഇല്ല. ഒരു ഷൂട്ടർ വന്നു കഴിഞ്ഞാൽ 5-6 ദിവസത്തിന്റെ പുറകെ നടന്നാലേ വെറുതെ കണ്ടെത്തി കൊല്ലാനെ പറ്റും. എന്താണെങ്കിലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 പുറകിൽ ഈ വൈൽഡ് ലൈഫിനെ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡ്രൈവ്, അതിന്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലെ വനത്തിനകത്തല്ല, വനത്തിന്റെ പുറത്തേക്ക് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തുനിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിന്റെ കൃഷിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കുന്നതിന് ഒരു ഇറങ്ങി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം, മൂന്നാർ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടാണ് എപ്പോഴും പടയപ്പ അടക്കം പണ്ട് അരിക്കൊമ്പന്റെ വിഷയം. എന്തുകൊണ്ടാണ് ആന സ്ഥിരമായിട്ടുള്ള വരുന്ന കാര്യം ചെയ്യുന്നത്? വേസ്റ്റ് മൊത്തം മൂന്നാറിന്റെ വേസ്റ്റ് മൊത്തം അവിടെ കൊണ്ടിട്ടേക്കുവാണ്. അത് കഴിച്ച് ശീലിച്ചു. അതിനൂടൊക്കെ പരിഹാരം കാണാതെ നമ്മൾ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നില്ല. വേസ്റ്റ് മാനേജ്മെന്റ് മൂന്നാറിന്റെ പ്രത്യേകിച്ച് കണ്ണന്തേവൻ പോലുള്ള വലിയ സ്ഥാപനമുള്ളപ്പോൾ അവരും അവിടുത്തെ മൂന്നാർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ചേർന്ന് അത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഓരോ സ്ഥലത്തും ഇതിനെ ആകർഷിക്കുന്നതിനൊരു വിഷയമുണ്ട്. അതിരപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം വന്നത്, അവിടെ ചെന്നപ്പോൾ 2020 വരെ അവിടെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത സ്ഥലമാണ് അതിരപ്പള്ളി. 2021 മുതലാണ് ആന ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ അതിന്റെ കൂടിയത് ഞാൻ പോയി നോക്കിയപ്പോൾ ഓരോ ദിവസവും ഇത് മതില് പൊളിച്ചല്ല, സോളാർ വേലി പൊളിച്ചല്ല ആണ് വരുന്നത്. ആ പ്രദേശത്ത് തന്നെ ജനങ്ങളോടൊപ്പം ആന ഇഷ്ടപ്പോലുണ്ട്. അവിടെ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. ഇന്നലെ മിനിയാന്നുമായിട്ട് 8 നമ്മൾ കാണാൻ ചെല്ലി വിട്ടു. ഒരെണ്ണം തിരിച്ചു വന്ന് ഇന്നലെ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ അവിടെ നിൽക്കാൻ കാര്യം എന്താണ്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവിടെ പൈനാപ്പിൾ ഫാമിംഗ് തുടങ്ങി. ആ പൈനാപ്പിൾ ഫാമിംഗ് നടത്തുന്ന ഏരിയ ഒരു വളരെ ശക്തമായി ബന്ധോസ് ചെയ്തു, സോളാർ ഫെൻസിട്ട് ബന്ധോസ് ചെയ്തു. ഇതിന്റെ മണമടിച്ച് വരുന്ന ആന അവിടുന്ന് തിരിച്ച് കാട്ടിലേക്ക് പോകത്തില്ല. അപ്പുറത്തുനിന്ന് ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങാണ്. അപ്പുറത്തൂടെ ഇപ്പുറത്തുനിന്ന് ഇവരുടെ പരിധി വിട്ട് ജനവാസ മേഖലയാണ് ബാക്കി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നമുക്കൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത് പരിഹാരവും സഹകരണത്തിൽ കൂടി എല്ലാവരിൽ നിന്നും കർഷകരിൽ നിന്നും ആവശ്യമുണ്ട്.
ഞങ്ങൾ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഒരു സ്മാർട്ട് അഗ്രികൾച്ചർ എന്നുള്ള ഇതുണ്ട്. വനാതിർത്തിയിൽ നമ്മൾ ഉപദേശിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, ചെയ്യുന്നവരുടെ കാര്യം. അത് മഞ്ഞൾ കൃഷി ചിലത് പരീക്ഷിച്ച് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്, റെമ്യൂണറേറ്റീവ് ആണ്, പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ളവരുടെ സൊല്യൂഷൻ നമുക്ക് ഇതിന്റെ ഒരു തടയിടാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ നമ്മൾ ആരും കാണുന്നില്ല. എന്തുകൊണ്ട് ഇത് വനം വിട്ടു പുറത്തു വരുന്നു എന്നൊരു വലിയ ചോദ്യമാണ്. ഇപ്പോഴും ആധികാരികമായ ഉത്തരം നമ്മുടെ കയ്യിലില്ല. അവിടെ ഭക്ഷണത്തിന്റെ ക്ഷാമമുണ്ടോ, കുടിവെള്ളത്തിന്റെ ആളുകൾ കുടിക്കാൻ വെള്ളത്തിന്റെ കുറവുണ്ടോ, അതോ എണ്ണത്തിന്റെ വലിപ്പം മാത്രമാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് വനത്തിനകത്ത് വളർന്നത് അവിടുത്തെ പുൽമേടുകൾ ഇല്ലാതാക്കുന്ന ചെന്ന അടക്കം ഉള്ള പല ഇതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അക്കേഷ്യ എല്ലാം കൂടെ നടക്കും. അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറി. അങ്ങനെയുള്ള ഇൻവേസീവ് സ്പീഷി കാടിന്റെ സ്വാഭാവിക ഇതല്ലാതെ അവിടുത്തെ പുൽമേടുകൾ നശിപ്പിക്കുന്നത് വഴി ചെറുമൃഗങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവിടുന്ന് ട്രേസിങ്ങിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നാലെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ളവർ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അതിന്റെ ഒരു നിർമ്മാർജ്ജനം ഭാഗികമായി നടക്കുന്നുണ്ട്. ഈ സെന്റ എന്ന് പറയുന്ന ഒരു സാധനം ഇത് കുഴിച്ച് അല്ലെങ്കിൽ പൊട്ടി മാറ്റി കഴിഞ്ഞാൽ അതിവേഗത്തില്ല വീണ്ടും വളരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ തുടർന്നുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരെയും സഹകരണം പറഞ്ഞത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുകയാണ്, ഒരു തത്വവുമില്ല. ആ നിലയിലേക്ക് വഷളായിരുന്നു. മാധ്യമങ്ങൾ അടക്കം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പരിമിതികൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി ഇത് മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കേരളം ഒരുപക്ഷെ ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൊണ്ട് കേരളത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിലേക്ക് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഫണ്ടുകൂടെ ലഭ്യമാകും. ഗവൺമെന്റിൽ നിന്നുള്ള പ്രതീക്ഷയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അവിടുത്തെ ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സ് അവിടെ വയനാടിന്റെ 2 രീതിയിൽ അത് നോക്കേണ്ടി വരും. മുത്തങ്ങ, പുതുമല, ബന്ദിപ്പൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ കണക്ക് അവിടെ 400ഓളം കടുവയുണ്ടെന്നുള്ളത് അവിടുത്തെ കണക്ക്. വയനാട് മുത്തങ്ങ മാത്രമായിട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. മുത്തങ്ങ മാത്രമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് 120 കടുവ. 7 വർഷമായിട്ട് 5 വർഷം നോക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ബിറ്റ്വീൻ ദ 3 ടുഗദർ 400 ആണ് കണക്ക്. ഇത് 400. ഇത് 120 നേരത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കിൽ 80 ഉള്ളൂ. 120 എന്നുള്ളത് 40 കുറഞ്ഞ് 80 അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ എടുത്താൽ അറിയാമല്ലോ. അല്ല, എന്താ പറയാ മിനിസ്റ്ററുടെ പ്രസ്താവന അതൊരു പാനിക് ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രശ്നം. കാരണം അവിടെ കടുവകൾ കൂടുതലുണ്ടെന്നും ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാവാനുള്ള കാരണം വരികയാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇതൊരു ലിമിറ്റഡ് അല്ല, ഒരു ആനിമലും അല്ല, ഇവൻ എലിഫൻസ്. കാരണം ഒരു സെൻസസിലും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു കണക്ക് ജോഗ്രഫിക്കൽ ബോർഡേഴ്സ് വെച്ച് എടുക്കാൻ പറ്റില്ല ആനിമൽസിന്റെ കാര്യത്തിൽ. എസ്പെഷ്യലി വി ആർ കണ്ടിന്യൂവേഷൻ ആണ് ഫോറസ്റ്റ്. ഞാൻ പറഞ്ഞതേ, ഞാൻ പാനിക് ആക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാനത് പിന്നെ നോക്കിയത് അതാണ്. ഇത് 3 കൂടെ ചേർത്ത് നോക്കുമ്പോൾ 398 അങ്ങനെ ഫിഗർ ഇത്രയും ടോട്ടൽ കടുവ. അതിൽ അവസാനത്തെ കണക്കിൽ വെച്ച് 80 കടുവ മുത്തങ്ങയിലുണ്ട്. ഇതെല്ലാം എസ്റ്റിമേഷൻ ആണ്. ഞാനത് സംഭവിക്കുന്നത് പ്രോപ്പർ ക്യാമറ ട്രാപ്പും പല രീതിയിലുള്ള പറഞ്ഞത് എസ്റ്റിമേഷൻ വെച്ച് ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതുണ്ട്. എന്താണേലും അവിടെ ടെറിട്ടറി പാനിക് എന്ന് പറഞ്ഞാൽ ഈ ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റിൽ കുറച്ചാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് 50% ചത്തിയത് പോകുന്നുള്ളതാണ് ഒരു കണക്ക്. അതകത്ത് തന്നെ സംഭവിക്കും. എന്നാലും കുറച്ച് പുറത്തിറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് മറ്റ് മേഖലയേക്കാൾ കൂടുതലായി വയനാട്ടിൽ ടൈഗർ അറ്റാക്ക് ഉണ്ടാകുന്നത്.
ഞാനൊന്നും പറഞ്ഞില്ല, അത് അഡ്രസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ റിസോർട്ടുകളൊക്കെ വരുന്നു, പക്ഷെ വനത്തിനകത്തൊന്നും ആ നിലയിൽ വന്നതായിട്ടില്ല. പ്ലാന്റേഷനും പുതിയതായിട്ട് ഇവിടെ 77 ശേഷം ഒന്നും പ്ലാന്റേഷൻ ഒന്നും അതൊരു അതിന്റെ വസ്തുത പരിശോധിക്കേണ്ട വിഷയം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ചൂരൽ മല സംഭവിച്ചു, അവിടുന്ന് നിലമ്പൂരേക്കുള്ള ആനത്താര നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ മുൻപ് ശല്യം ഇല്ലാത്തടത്ത് ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതാണ് കഴിഞ്ഞ ആഴ്ച ഒരു മരണത്തിലേക്ക് എത്തിച്ചത്. അത് നമുക്ക് റിസ്റ്റോർ ചെയ്തേ പറ്റും. പിന്നെ അതിരപ്പള്ളിയിലെ പറയുമ്പോൾ 2020 വരെ അവിടെ ആനയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു, മരണങ്ങളില്ലായിരുന്നു. 2020 ശേഷം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അനുമാനിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമുണ്ടായ ടെറയിലുണ്ടായിരിക്കുന്ന മാറ്റവും വനത്തിനകത്തുണ്ടായിരിക്കുന്ന സവിശേഷതകളും ഇതെല്ലാം റിസ്റ്റോർ ചെയ്യാൻ എങ്ങനെ പഠിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ ടോട്ടൽ പാക്കിനകത്തുണ്ടാകും. ചോദിച്ചോട്ടെ, നേരത്തെ മുന്നാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആദിവാസി റീസെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് പല ഭാഗത്തുള്ള ആദിവാസി കുടുംബങ്ങളെ കൊണ്ടുപോയിട്ട് ആനത്താരകൾ താമസിച്ചത് ബ്ലോക്ക് ചെയ്തത്. ഒരു സൈഡിൽ ആനയിറങ്ങിയ ഡാമാണ്, ഇപ്പുറത്തെ ഈ ട്രൈബൽ സെറ്റിൽമെന്റ്സ് ആണ്. അതിന്റെ ഇടയിലാണ് വലിയ തോതിൽ വലിയ റിസോർട്ട് മാഫിയകൾ കൈകേറിയിട്ടുള്ള തൊട്ടുപിറകിലുള്ള സ്ഥലങ്ങൾ. അതെങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യുന്ന പറയുന്നത് ആനത്താര? ഇപ്പൊ പറഞ്ഞത് നിലമ്പൂർ ആനത്താര നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ചില ഉദാഹരണങ്ങൾ, ഞാൻ 18 ദിവസമായത്, ഇന്ന് 18ാം ദിവസമാണ്. അന്നേരം എന്റെ ഈ 18 ദിവസം കൊണ്ട് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഒരു 100 ഡേ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകം തന്നെ 6 ലക്ഷമാണ്. അത് എനിക്ക് അവിടുന്ന് കിട്ടിയത് ഏത് സമയത്തും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിനും കാരണം ഇതാണ്. ഇതിന്റെ ഒരുപക്ഷെ ആപത്ത് കാണാതെ ഏതൊരു കാലഘട്ടത്തിൽ ഫാമിന്റെയും വനത്തിന്റെ ഇടയ്ക്കാണ് ആർലത്തിലെ റീസെറ്റിൽമെന്റ്. പ്രത്യേകിച്ച് ഈ ഫാമിലെ കൃഷിയുടെ അതിന് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷി നടക്കുമ്പോൾ ആന എവിടെ വരും? ഇതെല്ലാം അഡ്രസ് ചെയ്യാൻ നോക്കുകയാണ്. അത് ഏതെങ്കിലും വെച്ച കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞല്ലല്ലോ, ഇതെല്ലാം കണ്ടിന്യൂസ് പ്രോസസ് ആയി നടന്നതിന്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഇന്നലെ തന്നെ ഫോറസ്റ്റ് വിജിലൻസിന്റെ നിർദ്ദേശം എനിക്കത് വിവരം കിട്ടി. ഈ റിസോർട്ടുകളുടെ പരിസരത്തും അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് രാത്രി ഈ മൃഗങ്ങളെ കാണാൻ വേണ്ടി ഉപ്പ് വെച്ചു. ഇന്ന് ഉപ്പ് ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ അങ്ങോട്ട് വരുന്നത് വിജിലൻസ് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞു. നേരത്തെ ചേകാടി പരിസരത്തൊക്കെ ഞങ്ങൾ മുമ്പ് സ്റ്റോർ ചെയ്യാൻ പോയപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അത് ഉപ്പ് മാത്രമല്ല, അവിടെ നടത്തുന്ന കൃഷി പോലും ഇത്തരത്തിലായിരുന്നു. പക്ഷെ മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് വനത്തിന്റെ വിസ്തൃതി കൂടി എന്നാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വനം വല്ലാതെ കൂടിയില്ല. ഇതിന്റെ ക്വാളിറ്റി ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഈ സെന്ന വെട്ടിക്കളിച്ചാൽ ഈ ക്വാളിറ്റിയുള്ള വനം വരാതെ ഏതെങ്കിലും തരത്തിലെ ആക്രമണങ്ങൾ കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണല്ലോ ഇൻവേസീവ് സ്പീഷീസിനെ ഒഴിവാക്കുന്നതിന് പലതരത്തിലുള്ള പ്രോഗ്രാംസ്. ഇപ്പം സെന്നായുടെ കാര്യത്തിൽ തന്നെ അത് വലിയ വലിയ പ്രശ്നമാണ്. ഒരെണ്ണം പിടിച്ചെടുത്തതിന്റെ വേരോടെ പിഴുതെടുത്താൽ മാത്രമേ അത് അവസാനിക്കുന്നുള്ളൂ. ഇതൊക്കെ വനത്തിനകത്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഒരു മരം പിഴുതെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചില തന്നെ ഡിസ്കഷൻസ് നടത്തി. ഇത് കാർബൺ ക്രെഡിറ്റ്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നിലയിലേക്ക് പോലും റീപ്ലാന്റിങ്ങും ബാക്കി കാര്യങ്ങളും കൊണ്ടുപോകാനൊക്കും. അതിന്റെ ഭാഗമായി ചില പ്രോഡക്ട്സ് ഉണ്ട്. ഒരു സെന്നായിൽ നിന്ന് ബയോചാർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കൊടുത്തെടുക്കുന്നത്. അത് ഈ ആദിവാസികൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് അവരെ കൂടെ എൻഗേജ് ചെയ്ത് എല്ലാം ടൈം കൺസ്യൂമിംഗ് ആണല്ലോ. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അന്നേരം അതിന്റെ ബയോചാർ പ്രൊഡ്യൂസ് വന്നു കഴിഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ്സ് പോലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോവുക, ഇൻ ഫ്യൂച്ചർ ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക, ഇത് മുറിച്ച് മാറ്റുന്ന വെച്ച് പുതിയ നല്ല ഇതൂടെ വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പോളിസി. അതെ, ഇത് 18 ദിവസത്തിൽ ഇതിൽ കൂടുതൽ കണ്ട് ചോദിക്കരുത്. വയനാട്ടിലുള്ള കടുവകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് 5 വർഷത്തിനിടയിൽ. അത് ഈ ട്രാൻസിന്റ് ഇതായതാണ്. 120 ആയിരുന്നു അതിന്റെ മുമ്പുള്ള കണക്ക്. പിന്നെ അത് 80 കുറഞ്ഞു. അത് ഇവരെല്ലാം പറഞ്ഞതുപോലെ അത് 3 ഫോറസ്റ്റ് ആയിട്ട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ടാകാം, അതുകൊണ്ട് ആ ടോട്ടൽ നമ്പർ ഉണ്ട്. പിന്നെ ഒരു പക്ഷേ ശരിയായിരിക്കാം, ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഫൈറ്റിൽ കുറെ തെറ്റായിരിക്കാം. ഇതിന് ഏറ്റവും ഇത് കടുവകൾ ചാകുന്നത് തമ്മിലുള്ള ഫൈറ്റിലാണ്, ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഫൈറ്റിലാണ്. അങ്ങനെ ആയിരിക്കാം. എന്തായാലും 120 80 കുറഞ്ഞു രണ്ടാമത്തെ ഘട്ടത്തിൽ.
അല്ല, അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ നമ്പർ എടുത്തത്. ടോട്ടൽ നമ്പർ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചെടുത്താണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വയനാടുള്ളതുപോലെ ടൈഗർ അറ്റാക്ക് പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് പെരിയാറിലില്ല? പെരിയാറാണ് ടൈഗർ റിസർവ്. പെരിയാറും പറമ്പിക്കുളേ ഉള്ളൂ ടൈഗർ റിസർവ്. അവിടെ അല്ല ടൈഗറിന്റെ ശല്യം ഉള്ളത്. ടൈഗറിന്റെ ശല്യം ഉള്ളത് വയനാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതെന്താണ്? ഈ കർഷകരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെ നടക്കാനാണ്? അവരിപ്പോഴും ഇവരുമായിട്ട് ഭയങ്കരമായ എതിർപ്പും അല്ലെങ്കിൽ തിരിച്ചു ഇവിടുന്നും അങ്ങോട്ട് അങ്ങനെ പ്രശ്നം പറയുന്നത് ഇതെങ്ങനെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ 102 വന്നതിന് വിസ്മയമില്ലേ? അങ്ങനെ ആ വിസ്മയങ്ങൾ സംഭവിക്കും, ഒരു തർക്കമില്ല. ഈ വനംവകുപ്പിനെതിരെ പ്രധാനമായിട്ട് ഫിഫ പോലുള്ള സംഘടനകൾ പട്ടപ്പണി കേന്ദ്രീകരിച്ച് കയ്യേറ്റ ലോബി വലിയ തോതിൽ തന്നെ ഇടപെടൽ നടത്തുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടുന്നു. അല്ല, എനിക്ക് ഈ കയ്യേറ്റ ലോബി എന്ന് പറയുന്ന ഏതാണെന്ന് എനിക്കറിയില്ല. കുടിയേറ്റക്കാരെ കുറിച്ചാണ് ഞാൻ. കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വാസമുണ്ട്. കയ്യേറ്റം അനുവദിക്കുന്ന പ്രശ്നമില്ല, അത് വളരെ ക്ലിയറാണ്. കയ്യേറ്റം അനുവദിക്കത്തില്ല, കുടിയേറ്റക്കാരെ നമ്മൾ അവരുമായിട്ട് സഹകരിക്കും. ഓക്കെ, ഇപ്പൊ അതിനല്ല പ്രാധാന്യം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഫോറസ്റ്റിൽ തന്നെ സോഷ്യൽ ഫോറസ്ട്രി ഉണ്ട്, ഇക്കോ ടൂറിസം ഉണ്ട്, കാഷ്യൂ ഇൻഡസ്ട്രി ഉണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ലാതെ കഴിഞ്ഞ 18 ദിവസവും ഞാൻ വേറെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഇതിന് പുറകെ നമുക്ക് ചെയ്യാവുന്നു.